بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജഗന്നിയന്തമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുത്തഖിയായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൻ്റെ സിംഹഭാഗവും പൂർത്തീകരിക്കുവാൻ നമ്മൾക്ക് അവസരം ലഭിച്ചു. ആത്മാർത്ഥമായി നന്ദി പറയുന്ന ഒരവസരം. നാളിതുവരേക്കും നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് ഉന്നത കർമ്മമായി കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾക്കൊക്കെയും അടുപ്പമുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബന്ധങ്ങൾ, ആ ബന്ധങ്ങളൊക്കെ നമ്മെ ഇട്ടു പോകുമ്പോൾ, നമ്മോട് വിട പറഞ്ഞു പോകുമ്പോൾ, യാത്ര ചൊല്ലുമ്പോൾ എന്തൊന്നില്ലാത്ത വേദനയും മനപ്രയാസവും ഈർണണിയുന്ന കണ്ണുകളുമെല്ലാം നമ്മൾ സംജാതമാകാറുണ്ട്. പരിശുദ്ധ റമദാനിൻ്റെ വേർപാടിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് അനുഭവമാണ് ഇപ്പോഴുള്ളത് എന്ന് സ്വയം ഒന്ന് ആലോചിക്കണം. ഉള്ളപ്പിടയുന്നില്ല എങ്കിൽ, കണ്ണ് നിറയുന്നില്ല എങ്കിൽ, ആ വേർപാടിൽ നമ്മൾക്കൊരു മനപ്രയാസവും ഇല്ല എങ്കിൽ നമ്മുടെ ഈമാനിനത് ശക്തവും ഗൗരവത്തോടു കൂടിയും നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു മുക്കുവൻ്റെ കഥ നമ്മൾ പറയാറുണ്ട്. രാത്രി നേരം വെളുക്കുന്നതിന് മുൻപ് വലയെറിയാൻ പോയി. നടക്കുന്ന വഴിയോരത്തെ അദ്ദേഹത്തിൻ്റെ കാലിലെന്തോ തടഞ്ഞു. കൈകൊണ്ടിങ്ങനെ പരതി നോക്കിയപ്പോൾ ഒരു ചാക്കുണ്ട്, അതിൽ കുറേ ചെറിയ കല്ലുകളുണ്ട്. വല വീശി അദ്ദേഹം അല്പനേരം കൂടി ഇരുന്നു. ആയിരിക്കുന്ന സമയമത്രയും ചാക്കിലുണ്ടായിരുന്ന ഓരോ കല്ലുകളും അതിലേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നു. നേരം വെളുക്കാൻ തുടങ്ങി. അവസാനത്തെ 2 കല്ലുകൾ ബാക്കിയായി. നേരം വെളുക്കുമ്പോൾ ആ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കല്ലിലേക്ക് അയാൾ എന്നെ നോക്കുന്നു. അയാൾ പരിഭ്രമിക്കുന്നു. അയാളുടെ കണ്ണ് നിറയുന്നു. അയാൾ അസ്വസ്ഥനാകുന്നു. താൻ ഇത്ര നേരവും എറിഞ്ഞു കളഞ്ഞത് വലിയ വിലപിടിപ്പുള്ള കല്ലുകളായിരുന്നു എന്ന ബോധ്യം അയാൾക്ക് മനസ്സിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ദിവസങ്ങൾ അമൂല്യമായിരുന്നു എന്നറിയാത്തവരല്ല നമ്മൾ. അതിന് വലിയ പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കാത്തവരുമല്ല നമ്മൾ. പക്ഷേ ഒടുവിലേക്ക് എത്തി നിൽക്കുമ്പോൾ എത്ര കല്ലുകളെയാണ് നമ്മിലേക്ക് ശേഖരിച്ചു കൂട്ടിയത് എന്നും എത്ര കല്ലുകളെയാണ് എറിഞ്ഞു കളഞ്ഞത് എന്നും ഗൗരവത്തോടു കൂടി ഒന്ന് ആലോചിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ പര്യാവസാനം നന്നാക്കി തീർക്കണമേ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിരുന്നു. നമ്മളും പ്രാർത്ഥിക്കേണ്ട ഘട്ടമാണിത്. പരിശുദ്ധ റമദാനിന്റെ ഒടുവിലേക്ക് എത്തി നിൽക്കുമ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക അതിൻ്റെ പര്യാവസാനത്ത് നോക്കിയിട്ടാണ്. നമ്മുടെ അവസാനത്തെ മൊമെന്റ് വരെ നമ്മൾ എങ്ങനെയാണ് എന്നാണ്. റമദാനിലെ വ്രതം, വ്രതാനുഷ്ഠാനങ്ങൾ ഒരു ഇബാദത്താണ്, ഒരൊറ്റ ഇബാദത്ത്. ആ ഇബാദത്തിന്റെ ആദ്യത്തിൽ നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം അതിൻ്റെ ഒടുവിലും നമ്മൾക്ക് ആ ആവേശവും ഈമാനും ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. ഒരു 600 മീറ്റർ ഓട്ട
അവതരിപ്പിച്ചാൽ അതിൻ്റെ ആദ്യ 2 റൗണ്ടുകൾ വളരെ സജീവമായി ശക്തമായി നമ്മൾ പോരാടി. പക്ഷെ അവസാനത്തെ റൗണ്ടിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ സ്പീഡ് കുറഞ്ഞാൽ, നമ്മളെ മടിയന്മാരായാൽ, അലസന്മാരായാൽ, എനിക്ക് വിജയം വേണ്ട എന്ന് തീരുമാനിച്ചാൽ നമ്മളെക്കുറിച്ച് ആരും നല്ലത് പറയാറില്ല. വലിയ പരിശ്രമശാലിയെ നമ്മളാരും വിളിക്കാറില്ല. വിജയം കൈക്കുമ്പിൽ ഉണ്ടാകുന്ന സമയം അത് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ നമ്മൾ സംജാതമാകാനും പാടില്ല. പറഞ്ഞു വന്നത്, റമദാൻ നമ്മോട് വിട പറയുന്ന അവസാനത്തെ സെക്കൻഡ് വരെ നന്മയിലൂടെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണമെന്നാണ്. ഏറ്റവും പരമമായി നമ്മൾ ആലോചിക്കേണ്ടത് ഈ റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ട വിഷയങ്ങളൊക്കെയും നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് തന്നെയാണ്. എന്താണ് നമ്മൾ റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടും ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഒരു കറക്ഷൻ പീരീഡായിട്ടാണ്. എക്സാം ആളിങ്ങനെ പുറത്തിറങ്ങാൻ കാത്തു നിൽക്കുന്ന ഒരു കുട്ടി ഒരു 10 മിനിറ്റ് ബാക്കിയുണ്ടെങ്കിൽ അവൻ്റെ ഉത്തര പേപ്പറുകളൊക്കെ ഒന്ന് മറിച്ചു, എല്ലാ ഉത്തരങ്ങളും അറ്റൻഡ് ചെയ്തോ എന്ന് നോക്കും. നമ്പറൊക്കെ ഇട്ടോ, മൂലൊക്കെ കിട്ടിയോ, എവിടെയെങ്കിലും ഇനി വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ വല്ല ഭാഗവും ബാക്കിയുണ്ടോ, എല്ലാം പരിശോധിക്കുന്ന ഒരു സമയം. പരിശുദ്ധ റമദാന്റെ ഒടുവിലാണ് നമ്മൾ. റമദാന് കൊണ്ട് നേടിയെടുക്കേണ്ട വിഷയങ്ങളെയൊക്കെയും നേടിയെടുത്തോ എന്നും സംസ്കരിക്കേണ്ട മേഖലകളൊക്കെയും സംസ്കരിച്ചോ എന്നും പുനഃപരിശോധിക്കേണ്ട, ഏറ്റവും അതീവ പ്രാധാന്യത്തോടു കൂടി കൽപ്പിക്കേണ്ട നിമിഷങ്ങളിലാണ് നമ്മൾ. അതിലൊന്നാമത്തെ വിഷയം ലഅല്ലകും തത്തഖൂൻ. എന്തിനാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്? നമ്മൾ തഖ്വയുള്ള ആളുകളായി തീരാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കത് കിട്ടിയാൽ നമ്മൾ വിജയിച്ചവരാണ്. ഈ റമദാനാകുന്ന ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ തഖ്വ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് സന്തോഷിക്കാം, നമ്മൾക്ക് ആ ഒരു ആനന്ദത്തോടു കൂടി ഈദുൽ ഫിത്ർ ആഘോഷിക്കാം. ഇല്ല എങ്കിൽ നമ്മൾ പരാജിതരാണ്. പക്ഷേ കഴിഞ്ഞ റമദാനിലെ അവസ്ഥ, ഈ റമദാനും കൂടി വിട പറയുന്ന സമയത്തും എനിക്ക് കാര്യമായ മാറ്റങ്ങളില്ലേ എന്നൊരാലോചന ഉണ്ടാവണം. ഇല്ല എങ്കിൽ അതിനൊത്ത മാറ്റങ്ങളുമായിട്ട് ഇനിയുള്ള മണിക്കൂറുകൾ നമ്മൾ ചെലവഴിക്കണമെന്നർത്ഥം. നമ്മൾക്ക് എന്തിനാണ് തഖ്വ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സ്വർഗം എന്നും അള്ളാഹുവിനോട് പറയും, എൻ്റെ പഴങ്ങൾ പാകമായിട്ടുണ്ട്, എൻ്റെ നദികളൊക്കെയും നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ട്, എൻ്റെ കുടുംബത്തെ സ്വീകരിക്കാൻ, എൻ്റെ ആളുകളെ സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധമാണ്, എൻ്റെ ആളുകളെ സ്വീകരിക്കാനായോ എന്ന്. നരകമെന്നും റബ്ബിനോട് പറയും, എൻ്റെ നരകത്തിൻ്റെ ആഴം കൂടിയിട്ടുണ്ട്, അതിൻ്റെ ക്രോധം മൂലം അത് ഗാംഭീര്യം കൊള്ളുന്നുണ്ട്, ശക്തി കൊള്ളുന്നുണ്ട്, എൻ്റെ ആളുകൾ എവിടെ എന്ന് നരകം ചോദിക്കുമെന്നാണ്. ആ സ്വർഗമാർക്കാണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹു സ്വർഗത്തെ ഒരുക്കി വെച്ചത് തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. നാളെ സ്വർഗത്തിൻ്റെ അരികിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി ആനയിക്കപ്പെടുന്ന വിഭാഗത്തെ കുറിച്ച് സൂറത്തുൽ സുമർ അല്ലാഹു പറയുന്നു, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ. മുത്തഖീങ്ങൾ സ്വർഗത്തിന്റെ അരികിലേക്ക് കൂട്ടം കൂട്ടമായി ആനയിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. വൗസിലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. സ്വർഗ്ഗം മുത്തഖീങ്ങൾക്ക് അരികിലേക്ക് വിദൂരമല്ലാത്ത വിധം അടുപ്പിക്കപ്പെടുമെന്നും ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. എങ്കിൽ നമ്മൾക്ക് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നമ്മൾക്ക് ആ സ്വർഗ്ഗം നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് തഖ്വയുണ്ടായേ തീരൂ. നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുക ഇന്നമാ തീർച്ചപ്പെടുത്തി അല്ലാഹു പറയാം തഖ്വയുള്ള ആളുകൾക്ക് മാത്രം. അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അല്ലാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ഏറ്റവും ആദരണീയർ അല്ലാഹുവിൻ്റെ അരികിൽ നിങ്ങൾ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്ന തഖ്വയുള്ള ആളുകളാണ്. ജീവിതത്തിൻ്റെ പ്രയാസ ദുരിത കഷ്ടതകളിൽ അള്ളാഹുവിൻ്റെ സഹായം നേടിയെടുക്കാൻ പറ്റണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പോംവഴികൾ കാണിച്ചു തരണമെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് അള്ളാഹു എളുപ്പമാർഗം കാണിച്ചു കൊടുക്കുക. എങ്കിൽ ഈ അവസാന മൊമെന്റ് നിൽക്കുന്ന സമയം നമ്മൾ ആലോചിക്കേണ്ടത്, എനിക്ക് ആ തഖ്വ കിട്ടിയോ, എനിക്ക് തഖ്വ കിട്ടിയോ ഇല്ലേ എന്ന് ഇങ്ങനെ അറിയാൻ പറ്റും. ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കലുമാണ് തഖ്വ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നുണ്ടോ എന്ന് പഠിപ്പിച്ചല്ലോ. നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല, ഞാൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ ഫോളോ ചെയ്യാത്ത കാലത്തോളം നിങ്ങൾ വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചേ. എന്ന് പറഞ്ഞാൽ എന്താ
എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളും എനിക്ക് സ്വന്തമായിട്ട് ആഗ്രഹങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അള്ളാഹുവിന് ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ ഇഷ്ടം. അള്ളാഹു ഇഷ്ടമല്ലാത്ത ഒന്നും എനിക്കും ഇഷ്ടമല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ മനസ്സ് പാകപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ എന്നാണ് അതീവ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണെങ്കിൽ ആ സ്വർഗം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നവരാകണം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നവരാണ് നമ്മൾ. എൻ്റെ ബലികർമ്മവും എൻ്റെ നമസ്കാരവും എൻ്റെ ജീവിതവും എൻ്റെ മരണവുമെല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുമെന്ന് പറയുന്നവരാണ്. ആ രൂപത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. അത് വളരെ ഗൗരവപ്പെട്ട വിഷയമായിട്ട് നമ്മൾ കാണുകയും ചെയ്യുക. എനിക്ക് എൻ്റെ റബ്ബിനെയാണ് പ്രിയം. ആ റബ്ബിനെ പിൻപറ്റുന്ന വിഷയത്തിൽ എനിക്ക് ആരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നോക്കേണ്ടതില്ല. എൻ്റെ ഉമ്മയുടെ താല്പര്യം എനിക്കത് വിഷയമല്ല. എൻ്റെ ഭാര്യയുടെ ഇഷ്ടം എനിക്കത് വിഷയമല്ല. എൻ്റെ മക്കളുടെ കാഴ്ചപ്പാടോ എനിക്കത് തടസ്സമല്ല. എൻ്റെ റബ്ബിനെയാണ് എനിക്കിഷ്ടം. ആ റബ്ബിനെ ഞാൻ ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കുമ്പോൾ ആര് കളിയാക്കിയാലും ആര് കുറ്റപ്പെടുത്തിയാലും ആരാക്ഷേപിച്ചാലും ആരധിക്ഷേപിച്ചാലും ആരൊക്കെ ബഹിഷ്കരിച്ചാലും ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ആര് കൊലപ്പെടുത്തുമെന്ന് ഭയപ്പെടുത്തിയാലും എനിക്കതൊന്നും വിഷയമല്ല എന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാവുക. ആ അള്ളാഹുവിന് കീഴ്പ്പെടുവാൻ അള്ളാഹുവിനെ അനുസരിക്കുവാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് സന്തോഷിക്കാം, നമ്മൾ തഖ്വയുള്ളവരായിട്ടുണ്ട് എന്ന്. രണ്ടാമതായി കൊണ്ടുപോയി അള്ളാഹുവിനെ ജീവിതത്തിലുടനീളം ഓർക്കലും അള്ളാഹുവിനെ മറക്കാതിരിക്കലുമാണ് തഖ്വ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കാറുള്ളത്? നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ ദുരിതങ്ങളിൽ, നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ പരീക്ഷണങ്ങളിൽ, ഈ ഘട്ടങ്ങളിൽ മാത്രമല്ല ഒരു വിശ്വാസി അള്ളാഹുവിനെ ഓർക്കുക. അവന്റെ സന്തോഷങ്ങളിലും അവന്റെ സങ്കടങ്ങളിലും റബ്ബിനെ ഓർക്കുന്നവനായിരിക്കും വിശ്വാസി എന്നാണ്. സ്വർഗത്തിലേക്ക് മിന്നൽ വേഗതയിൽ സിറാത്ത് പാലം കുറിച്ചു പോകുന്നവരെ കുറിച്ച് ഹദീസുകളിൽ വന്ന പ്രയോഗം ഹമ്മാദൂൻ എന്നവർ വിളിക്കപ്പെടുമെന്നാണ്. ഹമ്മാദൂൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരുന്നവരെന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ സദാസമയത്തും അള്ളാഹുവിനെ ഓർക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമ്മൾക്ക് പാകപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ആശങ്കപ്പെടേണ്ട വിഷയം പരിശുദ്ധ റമദാനിൽ നന്മയിൽ ഒരുപാട് വ്യാപൃതനായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ റമദാൻ കഴിയുന്നതോടുകൂടി ആ നന്മകളൊക്കെയും അസ്തമിക്കുന്ന ഒരവസ്ഥ വിശേഷമെങ്ങാനും നമ്മിൽ സംജാതമാകുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. അതിനെന്താണ് പരിഹാരമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കസറത അലയ്യ. എനിക്ക് മതത്തിന്റെ നിയമങ്ങൾ വലിയ ഭാരമായിട്ട് അനുഭവപ്പെടുന്നു. മതത്തിന്റെ നിയമങ്ങളൊക്കെയും എനിക്ക് പ്രയാസകരമായി അനുഭവപ്പെടുന്നു. ഫഖ്ബിർനി ബിശൈഇൻ അതശബ്ബതു ബിഹി. എനിക്ക് എന്തെങ്കിലും ഒക്കെ ഒരു കാര്യം അറിയിച്ചു തരുമോ? ഞാൻ അതൊന്നും എന്താണ് സ്വഭാവം? എനിക്ക് നമസ്കാരത്തിന്റെ എണ്ണങ്ങൾ പ്രയാസമാണ്, അല്പമൊന്നും കുറച്ചു തരുന്നില്ല. എനിക്ക് നോവിന്റെ എണ്ണങ്ങൾ പ്രയാസമാണ്, അതെനിക്ക് ലഭിച്ചിരുന്നില്ല. അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെയും നിർവഹിക്കണമെന്നുണ്ട്. അതിനെന്റെ മനസ്സൊന്ന് പാകപ്പെട്ടു കിട്ടണമെന്നുമുണ്ട്. അതിനെന്താണ് പരിഹാരം? ഞാൻ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ ഏത് ശീലമാണ് മുറുകെ പിടിക്കേണ്ടത്? റസൂലുള്ളാഹി കൊടുക്കുന്ന ആ ഒരൊറ്റ മറുപടിയാണ്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ. നിന്റെ നാവ് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് റത്ബാകണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താണ് റത്ബ് എന്ന് പറഞ്ഞാൽ? നനവുള്ള മധുരമുള്ള ഈത്തപ്പഴത്തിന് പറയുന്ന പേരാണ് റത്ബ് എന്ന് പറയുന്നത്. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് വറ്റിപ്പോകാത്ത, വരണ്ടുപോകാത്ത, ഉണങ്ങിപ്പോകാത്ത ഒരു സ്മരണയും ഒരു ജീവിതവും നമ്മൾക്കുണ്ട് എങ്കിൽ ദീൻ നമ്മൾക്ക് എളുപ്പമാകും. സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരാൻ നമ്മൾക്കൊരു പ്രയാസം ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ നമ്മുടെ ഉള്ളിൽ പിശുക്കുന്ന അവസ്ഥാവിശേഷം കടന്നു വരില്ല. ഇങ്ങനെ ദീൻ മുറുകെ പിടിക്കുന്ന വിഷയത്തിൽ ഇസ്സത്തുള്ള പ്രതാപം കാണാൻ ആളുകളായി നമ്മൾക്ക് മാറാൻ പറ്റും. മൂന്നാമതായി തഖ്വയെക്കുറിച്ച് പഠിപ്പിച്ചത് അല്ലാഹുവിനോട് നന്ദി കാണിക്കലും അല്ലാഹു നന്ദി കാണിക്കാതിരിക്കലുമാണ് തഖ്വ എന്നാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനും നമ്മൾ ശ്വസിക്കുന്ന വായുവിനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും നമ്മൾ കഴിക്കുന്ന നൃത്തത്തിന് പോലും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നന്ദി പ്രകടിപ്പിക്കുന്നതിന് മനസ്സ് നമ്മൾക്ക് പാകപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഈ സമയത്ത് ആലോചിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദിവസം ആരാരമാക്കാൻ കഴിക്കാനായ ദിവസം അത് മാസം കഴിച്ചിട്ട് പശിയടക്കുന്നു. ദിവസം ഭാര്യ അനുഭവിക്കുന്നു, ഇന്നെന്ത് കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല എങ്കിൽ ഞാൻ നോമ്പുകാരനാണ്, എന്നെ നോമ്പെടുത്തു, നോമ്പ് തുറക്കാമെന്ന് കിട്ടിയില്ല. രാത്രിയായി കിടന്നതോടെ
ഉറക്കം വരുന്നില്ല. മരുഭൂമിയിലേക്ക് ഇറങ്ങുന്ന റസൂലുള്ളാഹി ചൂടുകാറ്റേറ്റാൽ ഉറക്കം വരുമോ എന്ന് അറിയുവാൻ വേണ്ടിയാണ് നടത്തം. ആ നടത്തത്തിന്റെ ഇടയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്നു. അബൂബക്കർ, എന്താണ് താങ്കൾ ഈ സമയം ഇവിടെ? മറുപടി, വിശന്നിട്ടിറങ്ങിയ റസൂലേ, പട്ടിണികാരാൻ ഇറങ്ങിയപ്പോൾ രണ്ടാളും ഒരുമിച്ച് പോകുന്നു. മൂന്നാമതായി ഉമർ കാണുന്നു. അല്ലയോ ഉമർ, താങ്കളാണ് ഈ സമയം ഇവിടെ? അദ്ദേഹം ആ പ്രയാസം ഇറങ്ങിയതാ. മൂന്നാമതായ യാത്ര പോകുന്ന അൻസ്വാരിയെ കണ്ടു. അൻസ്വാരി ചോദിച്ചു, എന്താ നാളെ പോയ നേരത്ത് രണ്ടാളെ ചുറ്റിയോട് പറഞ്ഞു, ഈ രണ്ടാളാൾ വിശന്നിട്ടിറങ്ങിയത്. ഞങ്ങളിവിടെ മൂന്നാളാളെ പട്ടിണിയാണല്ലോ, ഇവർ രണ്ടുപേരും വിശേഷമാണ്. അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ കുറച്ച് മാസസ് ഉണ്ട്, വേവിക്കണം, സമയമെടുക്കും. തൽക്കാലം പറഞ്ഞ് അദ്ദേഹത്തെ കയ്യിൽ കൊടുത്തു. പകലതിയോടെ പട്ടിണി കിടക്കുന്ന 13 മണിക്കൂർ നോമ്പെടുക്കുന്ന നമ്മൾക്ക് വെള്ളത്തെ വേറെ. എന്നാൽ അതികഠിനമായിട്ടുള്ള മരുഭൂമിയിൽ പട്ടിണികാരൻ മുന്നോട്ട് പോകുന്ന സ്വഭാവത്തിന്റെ വിശേഷത്തെ വേദനയും ത്യാഗവും നമ്മൾക്കെങ്ങനെയാണ് മനസ്സിലാവുക? റസൂലുള്ളാഹി ആദ്യ കവിളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൈവിരലിലേക്ക് ഒഴിച്ചു കൊടുത്തു. അദ്ദേഹം അത് കുടിച്ചു. രണ്ടാമത്തെ കവിൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ റസൂൽ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, ഒരു വർത്തമാനമുണ്ട്. നാളെ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു വാചകം റസൂലുള്ളാഹി കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ഘട്ടം മുതൽ നമ്മൾ ഉടനീളം അല്ലാഹുവിനോട് പറയാനുള്ള വർത്തമാനം നന്ദി വാക്കുകളാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ നമ്മൾക്കധികവും നന്ദികേടാണ്. ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കുകയും ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്യുന്ന മനസ്സാണ് ഭൂരിഭാഗം ആളുകൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കണം. വലാ തുൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങൾ നിങ്ങളെക്കാളും ഉയർന്നവരിലേക്ക് നോക്കരുത്. ഫഹുവ അജ്ദറു വലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിസ്സാരമായി തോന്നാതിരിക്കാൻ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന്. നമ്മൾക്കൊരു ചെറിയ വീടുണ്ടെങ്കിൽ അത് അധികം വലുതൊന്നുമല്ല, വാർപ്പല്ല, അടിമാർബിളും ഗ്രാനൈറ്റും ഒന്നുമല്ല, ഒരു വീടുണ്ട്. വീടില്ലാത്ത അനേകായിരങ്ങൾ ലോകത്തുണ്ടല്ലോ. അവരെ ഒന്നാലോചിച്ചാൽ നമ്മൾക്ക് സമാധാനം കിട്ടും. നമ്മൾക്ക് വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല, എന്നാൽ കടമില്ല എങ്കിൽ കടം കയറി മുടിഞ്ഞവന്റെയും ആത്മഹത്യാ മുനമ്പിലേക്ക് നടന്നു പോകുന്ന മനുഷ്യരെ കുറിച്ച് ആലോചിച്ചാൽ നമ്മൾക്ക് സമാധാനം കിട്ടും. നമ്മൾക്ക് ജോലിയുണ്ട്, അല്പം പ്രയാസമുണ്ടെങ്കിലും ഒരു ജോലിയുണ്ട്, വരുമാനം കുറവാണെങ്കിലും. ജോലിയില്ലാത്ത അനേകായിരങ്ങൾക്കിടയിൽ എനിക്ക് ജോലിയുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. കഴിക്കുന്ന ഭക്ഷണം തൊണ്ടക്കുഴി വിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് സാധ്യമാകാത്ത അനേകായിരങ്ങൾ ലോകത്തുണ്ട്. ഭക്ഷണം കഴിച്ചവന്റെ കൈമണത്ത് വിതുമ്പിപ്പൊട്ടി കരയുന്നവർ ലോകത്തുണ്ട്. എനിക്ക് അത്തരം അവസ്ഥാവിശേഷങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞ് നന്ദി കാണിക്കുന്നവരാകണം. ആ മനസ്സ് കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ തഖ്വ നേടിയെടുത്തു എന്നാണ് സാരം. ഇതാണ് ജീവിതത്തിൽ തഖ്വ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, തസവ്വദു, നിങ്ങൾ പരലോക യാത്രക്ക് വേണ്ട പാതയത്തെ ഒരുക്കണം. എന്തുകൊണ്ടാണ് ആ പാതയം? വഇന്ന ഖൈറസ്സാദി തഖ്വ, ആ യാത്രക്ക് വേണ്ട പാതയങ്ങളിൽ ഏറ്റവും ഉത്തമമായി നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് തഖ്വയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ആ തഖ്വയില്ലാതെ എങ്ങാനും യാത്ര പോയാൽ ഇദാ അൻതലം തർഹൽ ബിസാദി മിനത് തുഖ, തഖ്വയാകുന്ന പാതയെ കൊണ്ട് നീ യാത്ര പോയിട്ടില്ല എങ്കിൽ വലാഖൈത ബഅദൽ മൗതി മൻ ഖദ് തസവ്വദ, നാളെ തഖ്വ ഒരുക്കിയ ഒരാളെ നീ കണ്ടുമുട്ടുക കൂടി ചെയ്താൽ അയാളെ പോലെ ആകാനായില്ലല്ലോ എന്നുള്ളതിന്റെ പേരിൽ നീ നാളെ ഖേദിക്കുമെന്നാണ്. അയാൾ ഒരുക്കി വെച്ചപ്പോൾ എനിക്കൊരുക്കി വെക്കാൻ സാധ്യമായിട്ടില്ലല്ലോ എന്ന പേരിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് സ്വർഗം കിട്ടാൻ 2 കാരണങ്ങളാണ് വേണ്ടി. ഒന്ന്, നമ്മൾക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ആ അവസരങ്ങൾ സൃഷ്ടിച്ചു നൽകുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരവാദിത്തമാണെങ്കിൽ അത് റബ്ബ് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്, നിർവഹിച്ചു തന്നുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഉത്തരവാദിത്വം, രണ്ടാമത്തെ മാർഗം ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളത് വിനിയോഗിക്കുന്നുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്.
നമ്മൾ പലയിടത്തും തിരക്കിലാണ്, നമ്മൾ പലർക്കും വേണ്ടി നെട്ടോട്ടത്തിലാണ്, കുടുംബത്തിന് വേണ്ടി ഓട്ടത്തിലാണ്. പക്ഷേ ഈ കുടുംബവും ഈ സമ്പത്തും ഒക്കെ നമ്മൾ ഇട്ടെറിഞ്ഞ് പോകുന്നൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾക്ക് ഉണ്ടാകണം. നമ്മൾ ഇന്ന് മരണപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നൊരു ചിത്രം എന്താണ്? ഇപ്പം അങ്ങനെ 12-1:30 മണിയായി, നമ്മുടെ മരണവാർത്ത ഇങ്ങനെ വാട്സപ്പിലൂടെ പരന്നു വൈകും. ചിരിക്കുന്ന നമ്മുടെ മുഖത്തിൻ്റെ താഴെ ഇന്നാലില്ലായ ഇന്നായിലേക്ക് റാജിവും ഇസ്തിർജാവിൻ്റെ വരികൾ പരന്നു വൈകും. ഒരു പക്ഷേ ഇന്ന് രാത്രിയിലോ ഇന്ന് വൈകുന്നേരം 5-ന്റെ മുമ്പോ നമ്മുടെ മയ്യത്തെ കബറടക്കി എന്ന് വരാം. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ 3 ദിവസം നമ്മുടെ കുടുംബക്കാരും അയൽവാസികളും ഇങ്ങനെ വന്നു പോകും. ഒരാഴ്ച നമ്മുടെ വീട്ടിൽ മൗനം തളം കെട്ടിക്കിടക്കും. ചിലപ്പോൾ ഒരു മാസം ആവും നമ്മുടെ ഉമ്മയും റിക്കവറായിട്ട് വരാൻ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ. അതും കൂടെ കഴിഞ്ഞാലോ, അതും കൂടെ കഴിഞ്ഞാൽ നമ്മളില്ല, നമ്മളാകുന്നൊരു പേരുമില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ പഴയ ഫോട്ടോസൊക്കെ കിട്ടും, അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ കയറി വരും. പിന്നെ നമ്മൾ സ്വയം പറയും, കാപ്പണ്ടായിന പെരുന്നാൾ, ഉമ്മണ്ടായിന കാലം, വല്യമ്മണ്ടായിന കാലം, അത്ര ഉണ്ടാവുള്ളൂ. അവരൊക്കെ പ്രാർത്ഥനാ നേരങ്ങളിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ കടന്നു വന്നാൽ വന്നു. നമ്മുടെ പ്രാർത്ഥനാ നേരങ്ങളിൽ എത്ര പേര് വരാറുണ്ട്? 3 പേരെങ്കിലും അപൂർവത്തിൽ അപൂർവം. അങ്ങനെ കടന്നു വരാൻ പാകത്തിൽ എന്താണ് ചെയ്തു കൂട്ടിയത് എന്നാണ് സ്വയം ആലോചിക്കേണ്ടത്. എങ്കിൽ അവനവൻ്റെ ഖബറിൽ നമ്മൾ ഒറ്റക്കാണെങ്കിൽ, നമ്മുടെ വിചാരണക്ക് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കയ്യിലെത്തുണ്ട് എന്നാണ് ആലോചിക്കേണ്ടത്. ആ തഖ്വയാണ് ഒരിക്കൽ ഉണ്ടാവുക. അല്ലാഹുവിന്റെ ബക്കയിലേക്ക് ചെന്ന് പറയുന്നൊരു വർത്തമാനമില്ലേ, നിങ്ങളുടെ വീണകളുടെ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അമ്മൽ മനാസിലു ഫഖദ് സുഖിനത്, നിങ്ങളുടെ വീടുകളൊക്കെ മറ്റുള്ളവർ താമസമാക്കിയിട്ടുമുണ്ട്, അമ്മൽ അംവാലു ഫഖദ് ഖുസിമത്, നിങ്ങളുടെ സമ്പത്തൊക്കെ വിഹിതം വെച്ച് തീർത്തിട്ടുമുണ്ട്, ഇതൊക്കെയും അതിൻ്റെ ഓഹരിക്കാർ കൊണ്ടുപോയിട്ടുമുണ്ട്, നിങ്ങൾക്ക് എന്ത് ബാക്കിയുണ്ട്, എനിക്ക് നിങ്ങൾ അറിയിക്കുവാനുള്ള വർത്തമാനങ്ങളാണെന്ന് പറഞ്ഞ് മുട്ടുകുത്തിയിരുന്ന അദ്ദേഹം കരയുന്നു. അപരാളികൾ അദ്ദേഹം പറയാം, അവരെക്കാനും ഈ സംസാരങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, കേൾപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറയാം, കേട്ടിരുന്നുവെങ്കിൽ അക്കാലും അവരൊക്കെയും പറയുന്ന മറുപടി ഇന്ന ഖൈറസ്സാദി തഖ്വ, ഇവിടെ ഉപകരിക്കുന്ന ഒരേ ഒരു കർമ്മം തഖ്വ മാത്രമാണ് എന്നവരൊക്കെയും പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായിട്ട് നമ്മൾ ഈ സമയത്ത് ആലോചിക്കേണ്ട വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലൂടെ നമ്മോട് നേടിയെടുക്കുവാൻ പറഞ്ഞ തഖ്വ എന്ന ഭാഗത്ത് നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അത്തരം ഒരു പേടി നമ്മൾക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് തന്നെയാണ്. 2, നമ്മുടെ വിശ്വാസത്തിലെ പോരായ്മകൾ നികത്തുവാനും അത് പൊടിതട്ടുവാനും നന്നാക്കിയെടുക്കുവാനും ഒക്കെ ഈ റമദാന് കൊണ്ട് നമ്മൾക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. അല്ലാഹുവിനെ കുറിച്ചുള്ള ഈമാൻ ശക്തവും ഭദ്രവുമാക്കുവാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഫലസ്തീനെ കുറിച്ച് മാത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വീട് തകർന്ന് കുടുംബമെല്ലാം മരണപ്പെട്ടപ്പോഴും നിറമുഞ്ചിരിയോടുകൂടി ഹസ്ബി അല്ലാഹ് എന്ന് പറയുന്ന ആ പിഞ്ചു പൈതങ്ങൾക്കുള്ളത്ര ഈമാനെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് നമ്മളെക്കുണ്ടോ എന്ന് ആലോചിക്കുക. അല്ലാഹു എന്ന ഓർമ്മ, അല്ലാഹു എന്ന സ്മരണ നമ്മൾ എത്രമാത്രം ജീവിപ്പിക്കുന്ന ഒന്നാണ് എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ആലോചിക്കുക. അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ച്, അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ കുറിച്ച് നമ്മൾക്ക് എത്രയാണ് പാഠമുള്ളത്, എത്രയാണ് വിജ്ഞാനമുള്ളത് എന്ന് ആലോചിക്കുക. എൻ്റെ റബ്ബാണത്, എൻ്റെ റബ്ബ് നമ്മൾ പറയാം, എൻ്റെ റബ്ബേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാം. എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് പ്രത്യേകമായിട്ടൊരു ബന്ധമുണ്ട്. അതേ ബന്ധത്തോട് നമ്മൾ പറയും എൻ്റെ റബ്ബ്. എങ്കിൽ ആ എൻ്റെ റബ്ബിനെ എത്രയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മനസ്സിലാക്കി, എത്രമാത്രമാണ് അള്ളാഹുവിന് നമ്മൾ കീയൊതുക്കിയെന്നും ഗൗരവത്തിലൊന്ന് ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും കഷ്ടതകളും ആവലാദികളും വേവലാദികളും എല്ലാം കടന്നു വരുന്ന സമയത്തും ഹസ്ബി അല്ലാഹ് എന്ന് പറയത്തക്കവണ്ണം നാളെ രാവിലെ ഇങ്ങനെ പ്രഭാതം പുലരുമ്പോൾ നമ്മുടെ വീട് തകർന്നൊരു കാഴ്ച കണ്ടാൽ, നമ്മുടെ മക്കളൊക്കെ മരണപ്പെട്ടൊരു കാഴ്ച കണ്ടാൽ പതറാതെ എഴുന്നേറ്റ് ഹസ്ബി അല്ലാഹ് എന്ന് പറയാൻ മാത്രം പാകമായിട്ടുണ്ടോ നമ്മുടെ ഈമാനെന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മുടെ മനസ്സിലുള്ള കിബറിനെ, ഞാനെന്ന ഹുങ്ങിനെ ഊച്ചു വിലങ്ങിടാൻ ഈ റമദാൻ നമ്മൾ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ടോ എന്നാലോചിക്കുക. നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുവാൻ, അവരോട് കരുണ കാണിക്കുവാൻ, നിറഞ്ഞൊഴുകുന്നവരെ കണ്ണുനീര് തുറക്കുവാൻ ഈ റമദാൻ നമ്മെ പ്രാപ്തമാക്കിയിട്ടുണ്ടോ എന്നാലോചിക്കുക. നമ്മൾ പള്ളിയിലേക്ക് നടന്നു വരുന്ന വഴിയോരങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ഒരു വീട്ടിൽ വാപ്പയില്ലാത്ത മക്കളുണ്ടാകും. കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷമൊക്കെ അത്രമേൽ കാലം കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഭർത്താവ് ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇടറി വീണ കുറെ ദമ്പതികളുണ്ട്. ഇടറി വീണ കുറെ വൈദവ്യത്തിന്റെ വേദന അനുഭവിക്കുന്ന ഉമ്മമാരുണ്ട്. എൻ്റെ മക്കളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ആരാണ് ചിറക് വെച്ച് കൊടുക്കുക എന്നറിയാത്തവരുണ്ട്. എല്ലാ മക്കളും നമ്മളും നമ്മുടെ കുടുംബം ഇങ്ങനെ പുതിയ വസ്ത്രമിട്ട് നല്ല സുഗന്ധം പൂശി ഈദ്ഗാഹുകളിലേക്ക് സന്തോഷത്തോടു കൂടി പെരുന്നാൾ ദിവസം പോകാനിരിക്കുമ്പോൾ ചിലപ്പോൾ ആ ഉമ്മ കഴിഞ്ഞ വർഷം അവന്റെ ഉപ്പ വാങ്ങിക്കൊടുത്ത വസ്ത്രം അത് ഇസ്തിരിയിട്ട് തേച്ചു മിനുക്കി ഏതെങ്കിലും ഒക്കെ
അത്തറിന്റെ ഏറ്റവും അവസാന തുള്ളിയും അതിന്റെ കുപ്പായത്തെ തേച്ച് കുളിപ്പിച്ച് നിറകണ്ണുകളോടുകൂടി തന്റെ മക്കളെ ഈദ്ഗാഹിലേക്ക് പറഞ്ഞയക്കുന്ന ഉമ്മമാർ നമ്മുടെയൊക്കെ അയൽപക്കങ്ങളുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര നോമ്പെടുത്തിരുന്ന കാര്യം, നമ്മൾ എത്ര നമസ്കരിച്ചിരുന്ന കാര്യം, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന നരകാവകാശികൾ പറയുന്ന വർത്തമാനങ്ങളുണ്ട്. അവർ തമ്മിൽ പറയുമെന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിലേക്ക് എത്തിപ്പെടാൻ കാരണം? ഒന്നാമതായി കൊടുക്കുന്ന മറുപടി ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല എന്ന് അവർ പറയും. ഇനി രണ്ടാമത് പറയുന്ന മറുപടി എന്താണ്? ഞങ്ങൾ പാവപ്പെട്ടവരെ ഭക്ഷണം കൊടുത്തിട്ടില്ല, അഗതികളുടെ ആഹാരത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ പൊതുരംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന്, ഞങ്ങൾ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നോക്കിയിട്ടില്ല എന്ന്. പള്ളിയിലേക്ക് നമ്മൾ സജീവമായി കടന്നു വരുന്നുണ്ട്, റമദാൻ കൃത്യമായി നോമ്പെടുത്തിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ 4, 5 മാറുന്നവരെ ഹഖ് തീർത്തവരായിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ കൂടെയുള്ള മനുഷ്യന്റെ വേദനകളായി കാണാൻ, അവന്റെ സങ്കടങ്ങൾക്ക് സന്തോഷങ്ങൾ പകർന്നു കൊടുക്കാൻ, അവന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരുകൾ തുറച്ചു കൊടുക്കാൻ നമ്മൾക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ, ഒരുവന്റെ കൂട്ടിനെങ്കിലും ദരിദ്രത്തിന്റെ പകരം സന്തോഷം നിറച്ചു കൊടുക്കാൻ, ഒരു പിഞ്ചു പൈതലിന്റെ കണ്ണുനീരിനെങ്കിലും സന്തോഷമായി കൊടുക്കാൻ, അവന്റെ പുഞ്ചിരിക്ക് ഒരു കാരണമാകാനെങ്കിലും ഈ റമദാൻ കൊണ്ട് നമ്മൾക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ എവിടെയാണ് നമ്മൾക്ക് സംസ്കരണ പ്രവർത്തനങ്ങൾ സാധ്യമായി തീർന്നേ? സ്വയം ഒന്നാലോചിക്കുക. നമ്മൾ പട്ടിണി കിടക്കുന്നു, നമ്മൾ ഒരുപാട് വേദനിക്കുന്നു, പട്ടിണിയുടെ നോവെന്താണ് എന്നും പ്രയാസം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ നമ്മൾക്കൊരാശ്വാസമുണ്ട്, ഒരു 6:30 മണി കഴിഞ്ഞാൽ എന്റെ മുന്നിൽ സുഭിക്ഷമായ ഭക്ഷണം വരും. പക്ഷേ എനിക്ക് എപ്പോഴാണ് ഭക്ഷണം കിട്ടുക എന്നറിയാത്ത, ഈ കത്തിയാടുന്ന വയറിന് എപ്പോഴാണ് സമാധാനം കിട്ടുക എന്നറിയാത്ത ഒരുപാട് പട്ടിണി പാവങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മൾ ഈ റമദാനിൽ ഒരു മനുഷ്യന്റെയെങ്കിലും പട്ടിണിക്ക് അറുതി വരുത്തിയോ എന്ന്, ഒരു മനുഷ്യന്റെയെങ്കിലും പട്ടിണി മാറ്റി കൊടുക്കാൻ കാരണമായിട്ടുണ്ടോ എന്ന്, സാധ്യമായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന രാത്രികളാണ് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ഏത് വിഷയം പ്രാർത്ഥിക്കുന്നതിനേക്കാളേറെയും, നമ്മൾ ഏത് വിഷയം അല്ലാഹുവിനോട് ചോദിക്കുന്നതിനേക്കാളേറെയും ഈ റമദാനിൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന വിഷയം ഇസ്തിഗ്ഫാർ തന്നെയാണ്. അല്ലാഹുവിന്റെ മാപ്പ് കിട്ടാതെ എങ്ങാനും ഈ റമദാൻ നമ്മോട് വിട പറഞ്ഞു പോയാൽ എത്ര ക്ലാസ് എടുത്തിട്ടും കാര്യമില്ല, എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല, എത്രയൊക്കെ സ്വതന്ത്രയും സക്കാത്ത് നമ്മൾ കൊടുത്തത് കൊണ്ടും കാര്യമില്ല. അല്ലാഹുവിന്റെ മാപ്പ് കിട്ടുക എന്നത് തന്നെയാണ് ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ഏറ്റവും അധികം നേടിയെടുക്കേണ്ട വിഷയം. അതെന്താണ് തൗബ എന്ന് പറഞ്ഞാൽ? ഹബീബ് അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ എന്ന് പറയുമ്പോൾ അപ്പുറത്തിരുന്ന് ആമീൻ പറയുക എന്നല്ല തൗബ. ആത്മാർത്ഥമായി ഉള്ളുനീറി പൊട്ടി വിങ്ങിപ്പൊട്ടി അല്ലാഹുവിലേക്ക് നിറകണ്ണുകളോടുകൂടി പിടയുന്ന ഹൃദയവുമായി, വിറയാർന്ന ചുണ്ടുകളുമായി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ ഈ റമദാനിലെ ഏതെങ്കിലും ഒരു രാത്രിയിൽ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയപ്പോൾ ആമീൻ പറഞ്ഞ സംഭവം പതിറ്റാണ്ടുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇതിന്റെ ഹദീസിന്റെ മതനുകൾ പോലും മനഃപ്പാഠം പഠിച്ചവരാണ്. പക്ഷേ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമയാണെങ്കിൽ, ആ പ്രാർത്ഥന ആമീൻ കൊടുക്കുന്നത് റസൂലുള്ളാഹി ആണെങ്കിൽ, ആ പ്രാർത്ഥനക്ക് അല്ലാഹുവിന്റെ അരികിൽ വലിയ ഗൗരവമുണ്ട് എന്ന ചിന്തയും ബോധ്യവും ഒക്കെ നമ്മൾക്കുണ്ടാകണം. അല്ലാഹുവിന്റെ മാപ്പ് കിട്ടാതെ എങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മൾക്ക് കാലാകാലവും നരകമായിരിക്കുമെന്ന ചിന്തയും ബോധ്യവും തിരിച്ചറിവും നമ്മൾക്കുണ്ടാകണമെന്നാണ് അർത്ഥം. അല്ലാഹുവിന്റെ കാരുണ്യം അകറ്റപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഒരു കാലത്തും സ്വർഗ്ഗമുണ്ടാകില്ല എന്ന അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇസ്ലാമിന്റെ സമ്പൂർണ്ണമാകുമ്പോൾ, റസൂലുള്ളാഹിയുടെ പ്രബോധന ദൗത്യം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ, ആളുകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു പറയുന്ന വാചകമെന്താ? വസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. നിന്റെ റബ്ബിനെ നാം പ്രകീർത്തിക്കണം. വസ്തഗ്ഫിർ, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കണമെന്ന നീണ്ട ഒരു കാലഘട്ടം, യാതനകളുടെയും വേദനകളുടെയും ദുരിതങ്ങളുടെയും കഷ്ടതകളുടെയും കാലഘട്ടം കഴിഞ്ഞ് 23 വർഷത്തെ ത്യാഗം കഴിഞ്ഞ് ഇസ്ലാം എന്ന മതം സമ്പൂർണ്ണമാകുമ്പോൾ റസൂലുള്ളാഹി പറയുന്ന വാചകം, അതിൽ വന്നുപോയ പോരായ്മകളുണ്ടെങ്കിൽ, വീഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകൊടുത്ത് മാപ്പായി കിട്ടുവാൻ അല്ലാഹുവിലേക്ക് തേടണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി നമസ്കാരം എത്ര സുന്ദരമാണ്, പ്രവാചകന്റെ നമസ്കാരം എത്രയും ആത്മനിർഭരമായ നമസ്കാരങ്ങളാണ്. പക്ഷേ ആ നമസ്കാരങ്ങൾ കഴിഞ്ഞ ഉടനെയും റസൂലുള്ളാഹി അല്ലാഹുവിനോട് പറഞ്ഞ വാചകം അസ്തഗ്ഫിറുല്ലാഹ് എന്നായിരുന്നുവെങ്കിൽ നമ്മളൊക്കെയും എത്രയാണ് ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ടത്? ഹജ്ജ് കഴിഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രം പുറത്തേക്ക് വന്നവനെ പോലെ മനസ്സും ശരീരവും ശുദ്ധമാക്കപ്പെട്ട ഒരു ഹാജി, ആ ഹാജിയുടെ അല്ലാഹു പറയുന്ന വാചകം അസ്തഗ്ഫിറുല്ലാഹ് എന്നാണെങ്കിൽ, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചോദിക്കുകയെന്നാണെങ്കിൽ നമ്മളൊക്കെയും എത്രമാത്രം ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ടവരാണ്. നമ്മൾക്ക് എന്തു ധൈര്യത്തിലാണ് ഇരുത്തുമിരിക്കുന്നത്? റസൂലുള്ളാഹിയുടെ ത്യാഗത്തിന്റെ വേദനകളുടെ പ്രയാസത്തിന്റെ ഘട്ടം എത്രയാണെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. നീണ്ട വേദനകൾ റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് ആർപ്പിച്ചു കൊടുക്കുന്നു പലരും. റസൂലുള്ളാഹിയുടെ പിറകെ നടന്ന മജ്നൂൻ ഭ്രാന്തായി വിളിക്കുന്നു, എന്താ പെരുങ്ങളായി വിളിക്കുന്നു. റസൂലുള്ളാഹിയുടെ നിറകൽ
ഗർഭിണിയായ മകളെ അബൂജഹൽ വലിച്ച് ഒട്ടകപ്പുറത്ത് താഴത്തേക്ക് വലിച്ചിടുന്നു. രോഗിയായിട്ട് മകളെ മരണപ്പെടുന്നു. റസൂലുള്ളാഹിയുടെ മകൻ മരണപ്പെട്ട വേളയിൽ കടന്നു വന്നുകൊണ്ട് അബദ്ധമായി മുഹമ്മദേ നിന്റെ വേരറ്റ് പോയി എന്ന് കളിയാക്കുന്നു പലരും. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സ്വഹാബാക്കളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ റസൂലുള്ളാഹിയുടെ ചുമലിലേക്ക് വലിച്ചു കൊണ്ടുപോയിടുന്നു. പ്രവാചകനെയും സ്വഹാബാക്കളും നാടുവിടേണ്ട പലായനം ചെയ്യേണ്ട അവസ്ഥ വിശേഷം കടന്നു വരുന്നു. പക്ഷേ ഈ യാതനകൾക്കപ്പുറം പിന്നെയും ഒരുപാട് യുദ്ധങ്ങൾ. യുദ്ധത്തിന്റെ വേള നമ്മൾക്കറിയാം. മനുഷ്യർക്ക് മറ്റുള്ളവർ കടന്നു വരാൻ പറ്റാത്തത്രയും ആഴമുള്ള വീതിയുള്ള കിടങ്ങ് ഒഴിക്കണം. ആ കിടങ്ങ് ഒഴിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ നെഞ്ചിലേക്ക് വീഴുന്ന മണൽത്തരികളെ കണ്ട് സ്വഹാബാക്കളുടെ കണ്ണു നിറയുന്നുണ്ട്. ആ സ്വഹാബാക്കൾ റസൂലുള്ള സമയത്ത് പറയുന്ന വർത്തമാനമുണ്ട്, ഞങ്ങൾക്ക് ദുനിയാവിൽ ജീവിതമില്ല, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ പരലോകത്താണ് ജീവിതം എന്ന് റസൂലുള്ളാഹി പറയുന്ന വർത്തമാനങ്ങൾ നമ്മൾ ചരിത്രത്തിലൂടെ വായിച്ചെടുക്കുന്നുണ്ട്. മക്ക വിജയം സംഭവിക്കുന്നു. ഇനി ഒന്ന് നടുനിർത്താമെന്ന് കരുതുന്നു. പക്ഷേ ആ സമയത്ത് ഹുനൈൻ യുദ്ധത്തിലേക്ക് സ്വഹാബാക്കൾ അറിയപ്പെടുന്നു. ത്വായിഫിലെ സഖീഫ് ഗോത്രം മക്കയ്ക്ക് ചുറ്റുമുള്ള മറ്റു ശത്രുക്കളെയൊക്കെ ചേർത്ത് ഒരു വലിയ സഖ്യമുണ്ടാക്കി പുതിയ മക്ക കീഴടക്കാൻ വരുന്നു. റസൂലുള്ളാഹിയും സ്വഹാബാക്കൾ വീണ്ടും യുദ്ധങ്ങളിലേക്ക് അറിയപ്പെടുന്നു. ആദ്യം ഒന്ന് പന്തറി, പക്ഷെ പിന്നെ വിജയം കൈവരിച്ചു. അന്നോളം ഒരു യുദ്ധത്തിലും കാണാത്തത്രയും ഗനീമത്ത് സ്വത്ത് കൂമ്പാരമായി ശേഖരിക്കപ്പെട്ടു. എന്തു ചെയ്തു റസൂലുള്ളാഹി? മൈതാനത്തേക്ക് ഇറങ്ങി എല്ലാവരോടും വരാൻ പറഞ്ഞു. സമ്പത്ത് ആവശ്യമുള്ളവരൊക്കെ വന്നു. റസൂൽ അങ്ങനെ വീണ്ടും വീണ്ടും വാരി കൊടുത്തു. ഒന്നും അവശേഷിച്ചില്ല, തീർന്നു, എല്ലാം അവസാനിച്ചു. പക്ഷേ അൻസ്വാരികൾക്ക് മാത്രം സമ്പത്ത് കിട്ടിയിട്ടില്ല. അൻസ്വാരികൾക്ക് മാത്രമല്ല. അപ്പം അവർ ചെറിയ കുട്ടികൾ നമ്മത്തമ്മ പറഞ്ഞു, നമുക്കൊന്നുമില്ലേ, നമ്മുടെ വാപ്പമാരിൽ അവരെ സഹായിച്ചേ, നമുക്കൊന്നുമില്ലേ. അവർ വാപ്പമാരുടെ വർത്തമാനം കേട്ടു. റസൂലുള്ളാഹിയോട് പോയി ചോദിച്ചു, മക്കൾക്ക് ഇങ്ങനെ സംസാരം ഉണ്ടായിരുന്നു, എന്തു ചെയ്യണം, അവരോട് എന്താ പറയട്ടെ? റസൂൽ അൻസ്വാരികളൊക്കെ വിളിച്ചു കൂട്ടി. ബാക്കി എല്ലാവരോടും പോകാൻ പറഞ്ഞു. അവരോട് പറഞ്ഞു, ആദ്യം അവരെ പുകയത്തി. പിന്നെ അവരുടെ സഹായങ്ങളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണ്, ഞാൻ മക്കയിലേക്കല്ല. റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ കഅബയെ നോക്കി പറയുന്ന വർത്തമാനമുണ്ട്, മക്ക നീ എനിക്കത്ര പ്രിയപ്പെട്ട ഭൂമിയാണെന്ന് അറിയുമോ? നിന്റെ ആളുകൾ എന്നെ പുറത്താക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വിട്ട് പോവുകയില്ല എന്ന് റസൂൽ പറഞ്ഞു. ആ റസൂൽ അവരോട് പറയാം, ഞാൻ എൻ്റെ മക്കയിലേക്കല്ല, മക്ക എൻ്റെ കീഴിലാണ്, പക്ഷെ അങ്ങോട്ടല്ല, ഞാൻ നിങ്ങളുടെ നാട്ടിലേക്കാണ്. ഇവിടെയുള്ള ആളുകൾ ഈ സമ്പത്തിൻ്റെ പാരാവാരങ്ങളുമായി, ഈ ദുനിയാവുമായി, ഈ വിഭവങ്ങളുമായി, ഈ വാഹനങ്ങളുമായി, ഈ ആഭരണങ്ങളുമായി അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പോകുന്നതിനെ കൊണ്ടാണ്. നിങ്ങൾ തൃപ്തരല്ലേ? നിങ്ങൾക്കത് പോരെ? നിങ്ങൾക്ക് സന്തോഷമല്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതല്ലേ? ദുനിയാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം. അത് കേട്ട അൻസ്വാരികൾ മുഴുവൻ കരഞ്ഞു. റസൂലേ, ഞങ്ങൾക്ക് ദുനിയാവ് വേണ്ട, ഞങ്ങൾക്ക് പരലോകം മതി, ഞങ്ങൾക്ക് താങ്കളെ മതി. പ്രിയപ്പെട്ടവരെ, ഈ കാലം നമ്മോട് ചോദിക്കുന്ന ചോദ്യം, ദുനിയാവിൻ്റെ പളപളപ്പുകൾ ഒരു ഭാഗത്തുണ്ട്, ദുനിയാവിൻ്റെ വിനോദങ്ങളും ഒരു ഭാഗത്തുണ്ട്, ദുനിയാവ് ആസ്വദിക്കാനുള്ള വർത്തമാനങ്ങൾ, ദുനിയാവ് ആസ്വദിക്കാനുള്ളതാണ് എന്ന വർത്തമാനങ്ങൾ നാൾക്കുനാൾ നാനാഭാഗത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൻ്റെ ചര്യകളൊക്കെ മാറ്റി വലിച്ചെറിയുന്ന കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷിയാകുന്നുണ്ട്. എല്ലാവരും തീർന്ന് യൂസായിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ വന്നാലും, ഏതൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും, ആരൊക്കെ കളിയാക്കിയാലും, എത്രയൊക്കെ ശക്തി എടുക്കേണ്ടി വന്നാലും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൻ്റെ ചര്യ അത് മുറുകെ പിടിക്കാൻ, ഞാൻ ഉണ്ടാകുമെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമ്മൾക്ക് സാധ്യമാണോ എന്നാണ് കാലം നമ്മോട് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കില്ല, ഞാൻ മണ്ണിലിട്ട് ചവിട്ടി മതിച്ചു പോകുമെന്നാണ് നമ്മുടെ മറുപടിയെങ്കിൽ നമ്മുടെ ഈമാനെ കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ റസൂൽ അത്രമേൽ ത്യാഗം സഹിച്ച് ഇസ്ലാം എന്ന മതം സമ്പൂർണ്ണമാകുമ്പോൾ അല്ലാഹു റസൂലുള്ളാഹിയോട് പറയുന്നത് ഇസ്തിഗ്ഫാർ ചോദിക്കുക എന്ന. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ കാലൊന്ന് വെച്ചുത്തിക്കണം. വെറുതെ ഒന്ന് ആലോചിച്ച് കാലൊന്ന് വെച്ചുത്തി ചോരത്തോളം നമ്മുടെ വിയർപ്പ് കാണുന്ന അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുത്തതിൻ്റെ പേരിൽ പൊളിഞ്ഞു വീണുകളോ. പിന്നെ എന്ത് ധൈര്യത്തെ ഇരുത്തരിക്കണം വെറുതെ ആലോചിക്കാം. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആലോചിക്കാം, ഇത്ര ചോദിക്കാൻ റബ്ബിനോട്. നമുക്കിപ്പോൾ ഈ 2:30 മണി സമയത്ത് 1:30 മണി സമയത്ത് ആ പത്തപ്പിന് അങ്ങാടി ചെരുപ്പ റോട്ടം 5 നിൽക്കാൻ ധൈര്യട്ടോ. കാല് ഉള്ളും അത്രമേൽ കഠിനമായ ചൂട് ദുനിയാവുണ്ടെങ്കിൽ നരകത്തിലേക്ക് എത്തിപ്പെടാമെന്ന ചിന്തയിലല്ല ഇരിക്കുക നമ്മൾ. നരകം അത്രയൊന്നും പ്രയാസമല്ല എന്ന ധാരണയിലാണോ? അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സ്വർഗത്തൊക്കെ വേഗം കയറിപ്പോകുന്നതാണോ? പ്രതീക്ഷയോടുകൂടി ഇരിക്കേണ്ടവരല്ല. ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഉള്ള നീറി പൊട്ടണം, ഒറ്റക്കിരിക്കണം, അല്ലാഹുവിനോട് സംസാരിക്കണം. യശോനെ, കഴിഞ്ഞ റമദാനിൻ്റെ അവസ്ഥ ഈ റമദാനും കൂടെ തീരാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്.
ചെയ്യൂല എന്ന് പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. എല്ലാം നിനക്കറിയാം. കാലത്തിൻ്റെ കുത്തൊഴുക്കിലോ പ്രലോഭനങ്ങളിലോ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ടോ അവിവേകം കൊണ്ടോ നിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പൂർണ്ണമായ ഭയമില്ലാത്തത് കൊണ്ടോ അറിവില്ലാത്തത് കൊണ്ടോ കൂട്ടുകാര പ്രേരണകൾ കൊണ്ടോ എവിടെയൊക്കെയോ എനിക്ക് പാളിച്ചകൾ വന്നു പോയിട്ടുണ്ട് റബ്ബേ. ഇനി ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ, ഉള്ളതൊക്കെയും മാപ്പ് തരണേ എന്ന് പറയാൻ അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണം. അത് നമ്മൾ കുറേ പ്രാർത്ഥിച്ചിട്ട് പ്രിയപ്പെട്ടവരെ കുറേ തേടിയില്ലേ. പക്ഷെ അത് തന്നിട്ടുണ്ടാവും. തരുന്നവരെ കൂടുതൽ ഉൾപ്പെടുത്തട്ടെ. പക്ഷെ അഫ്വ് കിട്ടാൻ നമ്മളും കൂടെ മാപ്പ് കൊടുക്കേണ്ടതുണ്ട്. മാപ്പ് കൊടുക്കുക എന്ന അഫ്വ് എന്ന ഗുണം അള്ളാഹുവിന് മാത്രം ഉണ്ടായാൽ പോരാ, നമ്മൾക്കും കൂടി ഉണ്ടാകണം. നമ്മൾ മാപ്പ് കൊടുക്കേണ്ട ആളുകളുണ്ടാവും, നമ്മൾ മാപ്പ് ചോദിക്കേണ്ട ആളുകളുണ്ടാവും. അവരോട് നമ്മൾ മാപ്പ് ചോദിക്കണം. മാപ്പ് കൊടുക്കേണ്ടവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കണം. നമ്മളെ ഉപദ്രവിച്ചവർ, നമ്മോട് ദ്രോഹം ചെയ്തവർ, നമ്മോട് അക്രമം പ്രവർത്തിച്ചവർ, നമ്മോട് അനീതി കാണിച്ചവർ, നമ്മളെ ചതിച്ചവർ, നമ്മളെ വഞ്ചിച്ചവർ, നമ്മളെ പറ്റിച്ചവർ, നമ്മളെ കളിയാക്കിയവർ, നമ്മളെ ആക്ഷേപിച്ചവർ, നമ്മളെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിച്ചവർ, ശരി, അവർ വിവരമില്ലായതുകൊണ്ടായിരിക്കാം. അള്ളാഹുവിൻ്റെ മാപ്പിന് കിട്ടണമല്ലോ ഞാൻ പുറത്തു കൊടുക്കുന്നു. റസൂലുള്ളാഹിയുടെ മകൾ, റസൂലുള്ളാഹിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കറിന്റെ മകളെ വിചാരത്തിന്റെ ആരോപണം നടത്തുന്ന അബ്ദുല്ലാഹി ഇബ്നു സുലൂൽ, ആ വിചാരത്തിന്റെ ആരോപണങ്ങൾ ഏറ്റെടുക്കുന്ന സ്വഹാബാക്കളിൽ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു റേഷ കൊടുക്കുന്ന വ്യക്തി അദ്ദേഹം. തന്റെ മകളുടെ കുറിച്ചുള്ള കിംവദന്തി പരത്തിയതിൽ സഫ്വാൻ എന്ന സ്വഹാബിയുണ്ട് എന്നറിയുന്ന അദ്ദേഹത്തിന് കൊടുക്കുന്ന റേഷ നിരോധിക്കാൻ തടയാൻ ഞാൻ കൊടുക്കൂല എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നടക്കാം. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നതിന് ഇഷ്ടമല്ലേ എന്നതിന്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് മാപ്പ് കിട്ടണം. അള്ളാഹുവിൻ്റെ അഫ്വ് നമ്മൾ കിട്ടിയില്ല എങ്കിൽ ഈ റമദാൻ നമുക്ക് നഷ്ടപ്പെട്ടു. ആ അഫ്വ് കിട്ടാൻ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടത് മാപ്പ് ചോദിക്കേണ്ടവരോട് ചോദിക്കണം. അമ്മയോട് കയറി സംസാരിച്ച ആളുകളുണ്ടാവും, വാപ്പയോട് തട്ടിക്കയറിയവരുണ്ടാകും, മക്കളോട് അനീതികരമായി പെരുമാറിയവരുണ്ടാകും, ഭാര്യയോട് മോശമായി പെരുമാറിയവരുണ്ടാകും, ഭർത്താവിനോട് മോശമായി സംസാരിച്ചവരുണ്ടാകും. മാപ്പ് ചോദിക്കേണ്ടവരോടൊക്കെ നമ്മൾ മാപ്പ് ചോദിച്ചു കൊണ്ടിരിക്കണം. മാപ്പ് തേടേണ്ടവരോട് മാപ്പ് തേടണം. നമ്മൾ അങ്ങോട്ട് പോയി ഉപദ്രവിച്ചവർ അവരോട് മാപ്പ് ചോദിക്കണം. നമ്മൾക്ക് മാപ്പ്, നമ്മളെ ഉപദ്രവിച്ചവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ അള്ളാഹുവിനോട് പറയണം, പഠിച്ചവരെ ഈ ദുനിയാവിൽ എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു, ഞാൻ എല്ലാവരുടെയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് നിന്റെ മാപ്പ് തരയണമേ എന്ന് അള്ളാഹുവിനോട് നിറകണ്ണകളോടുകൂടി പറയണം. പ്രിയപ്പെട്ടവരെ, അവസാന മണിക്കൂറുകളാണ് റമദാൻ വിട പറയുന്ന അവസാന സെക്കൻഡ് വരെയും അത് ചോദിച്ചു കൊണ്ടേയിരിക്കണം. മറ്റൊരു ഭാഗം ചോദിക്കേണ്ടത് പ്രാർത്ഥനയുടെ മാസമാണ് റമദാൻ. നമ്മൾ ദുർബലരാണ് എന്ന് നമ്മൾക്ക് വീണ്ടും കൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മൾ ഹയ്യാൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ പറയാറില്ലേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് ഹൗൽ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ നിന്റെ ശക്തിയും നിന്റെ കഴിവും ഉണ്ടെങ്കിലല്ലാതെ എനിക്കൊന്നനങ്ങാൻ, എനിക്കൊന്ന് ചലിക്കാൻ പോലും ആവുകയില്ല എന്നതിൻ്റെ ആശയം. എൻ്റെ ചരിത്രമേ നീയുണ്ട് എന്നതിൻ്റെ ആശയം. സുധ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയില്ലേ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈൻ അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഹയ്യുൽ ഖയ്യൂമായ റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ നിന്നോട് തേടുന്നു. പിന്നെയോ അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളെയും നന്നാക്കി തീർക്കണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, എൻ്റെ കണ്ണ് തുറക്കുന്ന നേരത്തേക്ക് പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നെ ഏൽപ്പിക്കരുതേ എന്ന, കണ്ണിമോട്ടുന്ന സമയത്തേക്ക് പോലും എനിക്ക് ഞാൻ മതി എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി തീർക്കരുതേ എന്ന, അങ്ങനെ എങ്ങാനും എനിക്കൊരു ചിന്തയുണ്ടായാൽ അതോടുകൂടി ഞാൻ തകർന്നു പോകുമെന്ന വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ 15-ാമത്തെ വചനം അള്ളാഹു നമ്മളെ വിളിച്ച് പറയുന്നൊരു വർത്തമാനമുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന അള്ളാഹുവിന്റെ അഭിസംബോധനം. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ആശ്രിതന്മാരാണ്. അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആളുകളാണ് നിങ്ങൾ. വല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹു മാത്രമാണ് സ്വയം പര്യാപ്തനും സ്തുത്യർഹനുമായ ആള് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. എങ്കിൽ റബ്ബിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക, റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ഈ അവസാന സമയം നിരന്തരമായി അധികരിപ്പിക്കേണ്ട പ്രാർത്ഥന എന്താ? നമ്മൾ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, ഒരുപാട് ഇബാദത്തുകൾ നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സമ്പത്ത് ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ട്, സക്കാത്ത് നിർവഹിച്ചിട്ടുണ്ട്, സ്വതക്ക കൊടുത്തിട്ടുണ്ട്, രാത്രി കാൽ നീര് കെട്ടുമാർ ഉറക്കം മുതൽ നമസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിർവഹിച്ച നമ്മൾ ആ നിർവഹിച്ച കർമ്മങ്ങളൊക്കെയും അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹുവേ, പാളിച്ചകൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടാകും,
അപാകതകൾ ഉണ്ടാകും. പക്ഷേ നീ എല്ലാം കബൂൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം, അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നബിയെ പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുക? ചോദിച്ചുകൊണ്ടേയിരിക്കുക, ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക, ആവലാതി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മുടെ ശബ്ദം കേൾക്കാൻ ഇഷ്ടമാണ്, നമ്മുടെ ചോദ്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്. അമിതമായി ചോദിക്കുന്നവരെ അള്ളാഹു പരിഗണിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹു പറയുന്ന വാചകം, എന്റെ അടിമക്ക് എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരമുള്ളത്, ഞാൻ അവനോട് അങ്ങനെയായിരിക്കുമെന്നാണ്. അവൻ എന്നെ വിളിക്കുമ്പോഴെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. നമ്മുടെ കണ്ടനാടിയെക്കാളും അടുത്ത് അള്ളാഹു നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരെ. ആ റബ്ബുമായിട്ട് സംസാരിക്കണം നമ്മൾ, ആ അള്ളാഹുവിനുള്ളതോട് സംസാരിക്കണം നമ്മൾ, ആ അള്ളാഹുമായിട്ട് വല്ലാതെ ആത്മൊന്നും ചിന്തിച്ചെടുക്കണം നമ്മൾ. അള്ളാഹ് എന്നുള്ള ധ്വനികൾ നമ്മുടെ ഹൃദയത്തിൽ സദാസമയത്തും കടന്നു വന്നുകൊണ്ടേയിരിക്കണം. ആ അള്ളാഹു എന്നെ കാണുന്നുണ്ട്. നമ്മൾ റമദാന് കൊണ്ട് ഇഖ്ലാസ് കൈവരിച്ച ആളുകളാണ്, ഇഹ്സാനിന്റെ പൂർണ്ണമായ ബോധ്യമുള്ള ആളുകളാണ്. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കാണ് ഇഖ്ലാസുൽ കർമ്മം എന്ന് പറയുക. നമ്മൾക്ക് അതുണ്ടോ എന്ന് ആലോചിക്കുക. പരിശുദ്ധ റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെയും അള്ളാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെയും ഇഖ്ലാസ് കടന്നു വരണം. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? ആത്മാർത്ഥത, നിഷ്കളങ്കത എന്നൊക്കെ നമ്മൾക്ക് ആ വാക്കിനർത്ഥം പറയാം. പക്ഷെ അതിൻ്റെയൊക്കെയും അപ്പുറം അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഇഖ്ലാസുൽ കർമ്മം എന്ന് പറയുക. മൂന്നാല് ഗുഹയിൽ കുടുങ്ങിയ സംഭവം നമ്മൾ പതിറ്റാണ്ടുകളായി കേൾക്കുന്നവരാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം അല്ലേ ഇഖ്ലാസ് അധ്യായത്തിൽ പഠിപ്പിച്ച ഇമാം നബവി റിയാദുസ് സ്വാലിഹീൻ ആമുഖത്തിൽ കൊടുത്ത ചരിത്രം. മൂന്നാല് ഗുഹയിൽ കുടുങ്ങി. അവർ മൂന്നുപേരും ഗുഹയിലകപ്പെട്ട് പാറ ഒന്ന് ഗുഹ അടഞ്ഞു. മൂന്നാൾ തമ്മിൽ പറഞ്ഞു, ഇന്നഹു ലാ യുൻജികും മിൻ ഹാദിഹി സുഹറ ഇല്ലാ അൻ തദഉല്ലാഹ ബിസ്വാലിഹി അഅമാലികും. ഇവിടെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മൾ മുമ്പ് ചെയ്ത സ്വാലിഹായ കർമ്മങ്ങൾ വെച്ച് നമ്മൾക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമെന്ന് അവർ പറയുന്നു. ആ മൂന്നുപേരും അള്ളാഹുവിനോട് അവർ ചെയ്ത നന്മകൾ എടുത്തു വെച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം ഏറെ പ്രസക്തമാണ്. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക. അല്ലാഹുവേ, ഞാൻ ആ സൽക്കർമ്മങ്ങൾ ചെയ്തത് നിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ട പാറയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നെല്ലാവരും പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ അവർ വിട്ടുകൊടുക്കുകയാണ്. അള്ളാഹുവേ, നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിനക്ക് പൂർണ്ണമായിട്ട് 100% ഉറപ്പുണ്ടെങ്കിൽ, തീർച്ചയുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് അവർ പറഞ്ഞ് ആ ഇഖ്ലാസിന്റെ കാരണവും നമ്മൾ രക്ഷപ്പെടുത്തി. ഇക്കാലം അത്രയും നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ ഏത് വെച്ച് നമ്മൾ പറയും? പള്ളിക്ക് ജമാഅത്തിന് നമ്മൾ വരുന്നുണ്ട്, ശരി, പള്ളിന്റെ അപ്പുറത്താ വീട്, ഞാൻ വന്നതിലേക്ക് എങ്ങനെ ശരിയാകാം? നമ്മൾ എല്ലാവരും പോകുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ കടയിരിക്കുക. ഇത്തരം ചിന്തകളാണ് പള്ളിയിലേക്ക് നമ്മളെ കടത്തി വരുന്നെങ്കിൽ അപ്പുറത്തിന് ഒരാൾ കൈ നേടുമ്പോൾ എല്ലാവരും എന്നെ നോക്കണ്ടേ, ഞാൻ മാത്രം എങ്ങനെ കൊടുക്കാൻ നിൽക്കുക, ഞാൻ സമ്പന്നല്ലേ, ഞാൻ അതല്ലേ ഇതല്ലേ, ഇത്തരം ചിന്തകളാണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എവിടെ ഇഖ്ലാസ് ഉണ്ട്? നമുക്കിവിടെ ഈമാൻ വരും. അല്ലാഹ് മാത്രം അറിയുന്ന കർമ്മം, അള്ളാഹു മാത്രം അറിയണമെന്ന പിടിവാശിയോടുകൂടി നമ്മൾ ചെയ്യുന്ന കർമ്മം ഇഖ്ലാസിന്റെ കർമ്മം എന്ന് പറയാം. ഒരു വൃദ്ധന്റെ വിസർജ്ജനം വൃത്തിയാക്കാൻ പോയില്ലേ? ആരെ കൊണ്ടുപോയി? കൂട്ടിക്കൊണ്ടുപോയി കൂടെ നാനാഭൂഖന്റെ പേരിൽ ഇങ്ങനെ രേഖപ്പെടുത്താൻ പോകുന്നു. ഭർത്താന്റെ വൃദ്ധയുടെ വിസർജ്ജനം വൃത്തിയാക്കാൻ പോയില്ലേ? 10 ആദിനെ കൊണ്ടുപോയോ? റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ മയ്യത്ത് ഒളിപ്പിക്കുമ്പോൾ പിറകിൽ ഇങ്ങനെ ഭാരം ചുമന്ന തയമ്പ് കാണാം മക്കൾ. ഇങ്ങനെ വാപ്പാക്ക് തയമ്പത് മക്കൾക്കും ഭാര്യക്കൊന്നും അറിയില്ല. ദിവസങ്ങൾക്കപ്പുറം തൊട്ടപ്പുറത്തുള്ള പാവപ്പെട്ട വീട്ടിൽ നിന്ന് കുട്ടികളെ കരച്ചിൽ വന്നു. അവരന്വേഷിച്ചു. അവർ പറഞ്ഞു, പട്ടിണിയോട് കരയാ, ഇത്ര ദിവസം ഇടുന്ന ഭക്ഷണം അറിയില്ല, ഒരു മനുഷ്യൻ കൊണ്ടുവരും, അയാൾ കുറച്ച് ദിവസം കാണില്ല, അയാൾ എങ്ങനെയാ, ആരായാൾ അറിയില്ല, മുഖം മൂടുപടം കൊണ്ട് മുഖം മറച്ച് അയാൾ വന്നു. ഭക്ഷണപദാർത്ഥം ചുമലിലെത്തി ഞങ്ങളുടെ വീട്ടുപടിക്കൽ വെച്ച മനുഷ്യൻ കടന്നു പോകും. ഞങ്ങൾ ആരും അയാൾ കണ്ടിട്ടില്ല. ഈ കർമ്മത്തിന് പറയുന്ന പേരാ ഇഖ്ലാസുള്ള കർമ്മം. നമ്മൾ നോമ്പ് കൊണ്ട് ഇഖ്ലാസ് നേടിയെടുത്ത ആളുകളാണ്. നമ്മൾക്ക് വേണമെങ്കിൽ ആളുകളുടെ മുമ്പിൽ നോമ്പുകാരായിട്ട് അഭിനയിക്കാം, വെള്ളം സുന്ദരമായിട്ട് കുടിക്കാം. പക്ഷെ നമ്മൾ ആരും അത് ചെയ്യാറില്ലല്ലോ, അതിനെപ്പറ്റി ചിന്തിക്കാറില്ലല്ലോ. കാരണം നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്ന ബോധ്യവും ബോധത്തെ നമ്മൾക്കുള്ളതുകൊണ്ടാണ്. അതേ മനുഷ്യൻ റമദാൻ കഴിഞ്ഞിട്ടോ റമദാന്റെ പിറ്റേന്നോ അള്ള നിരോധിച്ച തിന്മകളിലേക്ക് കടന്നു പോകുന്നതിന് അർത്ഥം എന്താ? റമദാനിൽ എന്നെ നോക്കിയ റബ്ബ് എൻ്റെ കൂടെ ഇല്ല എന്നാണോ? നമ്മൾ RSPകളായി മാറരുത്. നമ്മൾ റമദാൻ സ്പെഷ്യൽ പാർട്ടിക്കാരായിട്ട് മാറരുത്. പ്രിയപ്പെട്ടവരെ, അള്ള കൂടെയുണ്ട്, അള്ള അറിയുന്നുണ്ടല്ലോ. ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹുവിനെ അറിയാമല്ലോ. ഖദീസിയ യുദ്ധം കഴിഞ്ഞ് സ്വഹാബാക്കൾ മടങ്ങി വരുന്ന കാത്തിരിക്കുക ഉമർദാനിന്റെ മദീനയുടെ അതിർത്തിയിലുണ്ട്. മൂടുപടം ധരിച്ച് മുഖം മറച്ചു വെട്ടിയിട്ടുണ്ട്. കുതിരപ്പുറത്താണ്. ആരാണെന്ന് കണ്ടാൽ
കണ്ടാൽ മനസ്സിലാകില്ല. യുദ്ധനാകത്തെ സ്വഹാബി വലിയ യുദ്ധവേഗത്തിൽ കടന്നു വരുമ്പോൾ പ്രധാനം ചോദിക്കുക, യുദ്ധം എന്തായി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാനുള്ള സമയമില്ല, ഞാൻ ഉമറിനെ ഖലീഫയെ തെരഞ്ഞു പോകുക. പിറകുന്ന് ഞാനെന്ന ഖലീഫ എന്ന് പറയാൻ ഉമർദാനെ വിനയെ സംബന്ധിച്ചില്ല. പിറകിലോടി മദീനയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടാൻ പിറകിലുണ്ടാകുന്ന ഉമറാന്ന് മനസ്സിലാക്കുക. അദ്ദേഹം ചോദിക്കുക, ഖലീഫ, താങ്കൾക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ? ഞാനാണ് അമീർ എന്ന് പറഞ്ഞ് സംസാരിക്കാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് വിട്, വിഷയമില്ല, യുദ്ധം എന്തായി? അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നമ്മൾ വിജയിച്ചു. അടുത്ത ചോദ്യം, ആർക്കൊക്കെ ഷഹീദാകാൻ അവസരം കിട്ടി? അദ്ദേഹം ഫുലാനും 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 കുറേ പേരുകൾ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഉമറെ, വേറെയും കുറേ ആളുകളുണ്ട്, അവരെ ഒന്നും ഉമറിന് അറിയില്ല. അതാണ് നിറകണ്ണുകളോടുകൂടി പറയുന്ന വർത്തമാനം. നിസ്സാരനായ ഉമറിന് അവരറിയില്ല എങ്കിൽ എന്താണ് ഇത്ര പ്രശ്നം? അള്ളാഹുവിന് അവനറിയാം, അവരാരാണെന്ന് അറിയാം, അവരെവിടെയാണെന്ന് അറിയാം. കൃത്യമായിട്ട് അള്ളാഹുവിന് അവരെ കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്ന പ്രിയപ്പെട്ടവരെ, അള്ളാഹ് കാണുന്നു എന്ന ബോധ്യം കൊണ്ട് നന്മ ചെയ്യാനും അള്ളാഹ് കാണുന്നുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് തിന്മ ചെയ്യാതിരിക്കാനും ഈ റമദാൻ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. പിന്നെ റമദാനോ നമസ്കരിക്കുന്ന ഏത് അടിമനെ കണ്ടാലും പണം കൊടുത്ത് മോചിപ്പിക്കും. ഇതറിയുന്ന കുറെ അവിശ്വാസികളായ അടിമകൾ അദ്ദേഹം വരുമ്പോൾ നമസ്കരിക്കുന്ന പോലെ ആംഗ്യം കാണിക്കും. ഒരിക്കൽ അദ്ദേഹത്തിന് കൂട്ടുകാരെ പറഞ്ഞു, അവർ നിങ്ങളെ പറ്റിക്കാണ് ഇവരുമാർ, അവർ മുസ്ലിമീങ്ങളല്ല. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, ഇവരെന്നെ പറ്റിച്ചാലും നമ്മളെ എന്നെ പറ്റിക്കൂലല്ലോ എന്നാണ്. ആ ബോധ്യം നമ്മൾക്കുണ്ടാവണം, ആ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ റമദാൻ നമ്മൾ ഒരുപാട് പാകപ്പെടുത്തിയിട്ടുണ്ട്. തിരക്കിലാണ് എന്ന് പറഞ്ഞിരുന്നവരാണ് നമ്മൾ, ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിരുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ കഴിഞ്ഞ 21 രാത്രങ്ങൾ കൊണ്ട് നമ്മളൊക്കത്തിനും പാകപ്പെട്ടു. നമ്മളെല്ലാം അള്ളാഹു പാകപ്പെടുത്തിയെടുത്തു. എത്ര തിരക്കിലാണെങ്കിലും ജമാഅത്തിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളാഹു നമ്മൾക്ക് ബോധ്യപ്പെടുത്തി. പാവപ്പെട്ടവന്റെ മുന്നിൽ വന്ന് കൈ നീട്ടുമ്പോൾ അയാൾ അവഗണിച്ചുകൊണ്ട് പോകാൻ നിനക്ക് സാധ്യമല്ല. എന്റെ മനസ്സിൽ കാരുണ്യം ബാക്കിയുണ്ടെന്ന് നമുക്ക് തെളിയിച്ചു തന്നു. വിശുദ്ധ ഖുർആനിലൂടെ കണ്ണോടിക്കുവാൻ വിരലോടിക്കുവാൻ നിനക്ക് സമയമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി. എത്ര വലിയ തിരക്കിലാണെങ്കിലും ദിവസവും 11 റക്അത്ത് തറാവീഹ് നമസ്കരിക്കാൻ പറ്റുമെന്ന് ബോധ്യപ്പെടുത്തി. അള്ളാഹുവിനോട് 1 മാസം നോമ്പെടുക്കാൻ പ്രയാസമല്ല എന്ന് ബോധ്യപ്പെടുത്തി. നമ്മൾ തന്നെ പലവരും പറഞ്ഞു, എങ്ങനെയായിരിക്കും ഈ വർഷത്തെ റമദാൻ? വലിയ ചൂടാണല്ലോ, പ്രയാസമാണല്ലോ. ഇപ്പൊ നമ്മൾ പറയും, എത്ര പെട്ടെന്നാണ് തീർന്നു പോയത്. അന്ന് എളുപ്പമാക്കി തന്നതാണത്, അന്ന് നമുക്ക് വേണ്ടി സൗകര്യപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ പ്രാക്ടീസുകൾ? 1 മാസം അള്ളാഹുവിൽ അഭിനയിച്ച് എനിക്കിതൊക്കെ പറ്റും, ഇനി ഞാൻ വീണ്ടും എൻ്റെ പാവങ്ങളിലേക്ക്, ഇനി വീണ്ടും തോന്നിവാസങ്ങളിലേക്ക്, ഈ നിർത്തിവെച്ച ഗ്രൂപ്പുകളിലേക്ക്, ഇനി അവസാനിപ്പിച്ചിരുന്ന സൈറ്റുകളിലേക്ക് എന്ന് പറഞ്ഞ് വീണ്ടും കടന്നു പോകാനല്ല. ആ മോശപ്പെട്ട സ്വഭാവങ്ങളെ എല്ലാം കരിച്ചു കളയാനായിരുന്നു റമദാൻ. കരിച്ചു കളയുക എന്ന റമദാന്റെ പദത്തിന്റെ അർത്ഥം അതെ വെട്ടലല്ല, കരിക്കലാണ്. ഉള്ളിലുള്ള എല്ലാ പാവത്തിന്റെ കറകളെയും കരിച്ച് ശുദ്ധ മനസ്കനായി അള്ളാഹുലേക്ക് ഋജുമനസ്കരായി മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റണം. അവിടെയാണ് ഈദുള്ളത്, അവിടെയാണ് പെരുന്നാൾ നമ്മളെ കാത്തിരിക്കുന്നത്. ഏതാണ് ആ പെരുന്നാൾ? അള്ളാഹുവേ, ഞാൻ നന്നായിട്ടുണ്ട് റബ്ബേ, കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ശഅബാൻ വരേക്കുമുള്ള ഞാനല്ല, ഞാൻ പാകമായിട്ടുണ്ട്. നിന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കുവാൻ, നിന്റെ ദീന നിന്നോട് ചേർത്ത് പിടിക്കാൻ, നിന്റെ പ്രവാചക സുന്നത്തിന് അനുധാവനം ചെയ്യാൻ ഞാൻ പാകമായിട്ടുണ്ട്. എന്റെ മനസ്സ് പാകപ്പെട്ടു കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയണം. എന്നിട്ട് നമ്മൾ തക്ബീർ മുഴക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് തന്നെയാണ് തക്ബീർ, അത് തന്നെയാണ് പെരുന്നാൾ. അന്നല്ലാഹു അക്ബറു ബികുല്ലി ഷൈഇൻ, എല്ലാത്തിനേക്കാളും എനിക്ക് വലുത് അല്ലാഹുവാണ്. എന്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കണം. എന്നിട്ട് അല്ലാഹുവോട് നമ്മൾ പറയണം, അല്ലാഹുവേ, ഞാൻ നന്നായിട്ടുണ്ട്, ഇനി എന്നെ മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് പറയണം. വിശുദ്ധ ഖുർആനുമായി കൊണ്ടുപോകാത്തൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഖുർആനുള്ള ദിവസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല എന്ന് ഹൃദയം കൊണ്ട് പ്രഖ്യാപിക്കാൻ പറ്റണം. ഞാൻ 30 ദിവസം നോമ്പെടുത്തിട്ടുണ്ട്, ഇനി എനിക്ക് മാസത്തിൽ ഒന്നെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുറപ്പേ, എനിക്ക് തൗഫീഖ് നൽകണമെന്ന് പറയണം അല്ലാഹുവോട്. ദിവസവും 11 റക്അത്ത് നമസ്കരിച്ചവരാണ് ഞാൻ, ഇനി എനിക്ക് ഒരു ദിവസം 3 റക്അത്തോ 1 റക്അത്തോ എനിക്ക് പറ്റും, എനിക്കത് എളുപ്പമാണെന്ന് എനിക്ക് തെളിയിച്ചെന്നു അല്ലാഹു അക്ബർ എന്ന് പറയണം. രണ്ടാമതായി നമ്മൾ തക്ബീർ മുഴക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള സമൂഹത്തോടാണ്. ഇന്നലെ വരെ പല തോന്നിവാസങ്ങൾക്കും എന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും, പലരേക്കും നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് മുതൽ ഞാനില്ല, എന്നെ ക്ഷണിക്കരുത്, എന്നെ വിളിക്കരുത്, എല്ലാ ഗ്രൂപ്പിലേക്ക് ഇടയരുത്, എന്റെ മൊബൈലിലേക്ക് അത്തരം മെസ്സേജ് അയച്ചു വിടരുത്, എന്നെ അത്തരം പ്രോഗ്രാമുകളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകരുത്. ഇന്നലെ വരെ ഞാൻ ഞാൻ നോക്കുന്നില്ല, ഇന്ന് മുതൽ ഞാൻ അല്ലാഹുവിനെ വിധേയപ്പെട്ട അടിമയാണ് എന്ന് പ്രഖ്യാപിക്കണം. മൂന്നാമതായി നഫ്സിനോട് പറയണം, ഇന്നലെ വരെ നിന്റെ ഇച്ഛകൾക്കും
നിന്റെ താല്പര്യങ്ങൾക്കും നിന്റെ ആഗ്രഹങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും എല്ലാം ഞാൻ നിയോഗിച്ചു തന്നിരുന്നു. പക്ഷെ ഇന്ന് മുതൽ എന്റെ റബ്ബിന്റെ ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടങ്ങൾ, എന്റെ റബ്ബിന്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞ് ആ പൂർണ്ണാർത്ഥത്തിൽ തക്ബീർ മുഴക്കുന്നവരായിട്ട് മാറാൻ, ഈദ്ഗാഹിലേക്ക് പ്രവേശിക്കുന്നവരായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് പറ്റുമ്പോഴാണ് നമ്മൾക്ക് ഈദാവുക. അതാണ് പെരുന്നാൾ. നമ്മൾ നന്നായതിന്റെയും നമ്മൾ മെച്ചപ്പെട്ടതിന്റെയും നമ്മൾ സംസ്കരിക്കപ്പെട്ടതിന്റെയും ആഘോഷം. അതായോ എന്നാണ് ആലോചിക്കേണ്ടത്. അതിന് പാകപ്പെട്ട് കിട്ടിയോ എന്നാണ് ആലോചിക്കേണ്ടത്. അതിന് സംസ്കരണ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ സാധ്യമായോ എന്നാണ് ആലോചിക്കേണ്ടത്. ഇല്ല എന്നാണ് ഉത്തരങ്ങളെങ്കിൽ ഇപ്പത്തെ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഇനിയുമുണ്ടല്ലോ മാറാൻ എന്നാണ് ചിന്തകളെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളെയും ഇനിയുള്ള മിനിറ്റുകളെയും എല്ലാം അതീവ ഗൗരവത്തിൽ അത്തരം നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. സലഫ് സ്വാലിഹീങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളിൽ വെച്ചുകൊണ്ടാണ് പരിശുദ്ധ റമദാനിനെ യാത്രയാക്കിയ ഹദീസിൽ ചരിത്രങ്ങൾ വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ ഏറ്റവും നന്മയിലൂടെ സത്പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് പോകുക. റഹ്മാൻ റഹീമായ നാഥൻ ഈ പരിശുദ്ധ റമദാനിനെ എല്ലാ നന്മകളോടും കൂടി ഉപയോഗപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ ഒരുപാട് പേർ നമ്മുടെ കൂടെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർ പ്രയാസത്തിലാണെങ്കിൽ ആ പ്രയാസം എനിക്ക് കൊടുക്കണമെന്നതാ, അവരെ വിശാലമായി കൊടുക്കണമെന്നതാ, അവരെയും ഞങ്ങളെയും എല്ലാം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അർഹമുറാഹിമീനായ നാഥ, ഇതുപോലെ ഇനിയും ഒരുപാട് റമദാനുകൾ ഉപയോഗപ്പെടുത്തുവാനും നമസ്കരിക്കുവാനും നോമ്പെടുക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അർഹമുറാഹിമീനായ നാഥ, മുസ്ലിമായി ജീവിക്കണമെന്നും മുസ്ലിമായി മരിക്കണമെന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കിത്തരണമേ നാഥ. അർഹമുറാഹിമീനായ നാഥ, ഞങ്ങൾ അശക്തരാണ് റബ്ബേ, ഞങ്ങൾ ദുർബലരാണ് റബ്ബേ. ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ തന്ത്രങ്ങളെയും എല്ലാ കുതന്ത്രങ്ങളെയും എല്ലാ തന്ത്രവും അറിയുന്ന മഹാതന്ത്രജ്ഞാനിയായ റബ്ബേ, നീ എല്ലാത്തിനെയും തകർത്തെറിയണമേ റഹ്മാനെ. നിന്റെ ശുഹദാക്കളുടെ കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ അമ്പിയാക്കളുടെ കൂടെ സ്വർഗത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരെയും എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അർഹമുറാഹിമീനായ നാഥ, ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ അമ്മാൽ പ്രവർത്തിച്ചു കൂട്ടിയിട്ടുണ്ട്. എല്ലാം നീ കബൂൽ ചെയ്യണമേ നാഥ. ആ കബൂലിയത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും അപാകതകളും പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം വിട്ടുവീഴ്ച നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അർഹമുറാഹിമീനായ നാഥ, ഞങ്ങൾക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ.